ഒരു ചെറുപ്പക്കാരന് ദയാവധം നടത്താനായിട്ട് കോടതി അനുവദിച്ചു. അത് വലിയ തലക്കെട്ടുകൾ നേടിയ ഒരു വാർത്തയാണ്. മരണം തെരഞ്ഞെടുക്കാനുള്ള അവകാശം മനുഷ്യന് കൊടുക്കുന്ന നിയമങ്ങളെ കുറിച്ച് ഈ അടുത്ത നാളില് ലയോ മാർപ്പാപ്പ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയുണ്ടായി. മരിക്കാനുള്ളത് ഒരു വ്യക്തിയുടെ അവകാശമാണെന്ന് വന്നാൽ പിന്നെ കൊല്ലുക എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ട് മാറും. ഇനി ദയാവധമൊക്കെ ദുരുപയോഗിക്കാനായിട്ട് തുടങ്ങിയാൽ ഈ ദയാവധത്തിന് ആഗ്രഹമില്ലാത്തവരും ഒരുപക്ഷെ സമ്പത്തിന്റെയും മറ്റ് കാര്യങ്ങളുടെയും ഒക്കെ പേരിൽ വളരെ പെട്ടെന്ന് അവരൊക്കെ മൃതിയടയാനായിട്ടുള്ള സാധ്യതകളുണ്ട്. മരണത്തിനുള്ള അവകാശം ഒരിക്കലും മനുഷ്യന് കൊടുക്കരുത്. ജീവൻ ദൈവത്തിന്റെ ദാനമാണെങ്കിൽ മരണം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. ഓരോ വ്യക്തിയും എത്ര കാലം ജീവിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. നമ്മൾ ശാസ്ത്രം പുരോഗമിച്ചെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കാര്യങ്ങളിൽ കൈകടത്തുമ്പോൾ മരിക്കാനുള്ള അവകാശവും നമുക്ക് ഓരോരുത്തർക്കും വേണമെന്ന തീരുമാനത്തോടു കൂടിയൊക്കെ പോകുമ്പോൾ നമ്മൾ മരണ സംസ്കാരത്തെ പിന്തുണയ്ക്കുന്നവരായിട്ട് മാറുകയാണ്. യഥാർത്ഥത്തിൽ ജീവിക്കാനുള്ള അവകാശമാണ് നമുക്കുണ്ടാവേണ്ടത്. നമ്മളിപ്പോൾ ഈ യുദ്ധങ്ങളിലൂടെ 10,000-കണക്കിന് പേര് ഓരോ ദിവസവും മരണമടയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ നമ്മള് ഗാസയിലും അതുപോലെ ഫലസ്തീനിലും ഇസ്രായേലിലും ഒക്കെ മരണമടഞ്ഞ് അത്രയും പേര് മരിച്ചിട്ടില്ല, അത്രയും പേര് കൊല്ലപ്പെട്ടിട്ടില്ല. എന്നാൽ അതിനേക്കാളൊക്കെ എത്ര അധികമാണ്, 10 മടങ്ങ് ശിശുക്കളാണ് അമ്മമാരുടെ ഉദരങ്ങളിൽ തന്നെ മരണമടയുന്നത്. എത്ര സങ്കടകരമായ ഒരു കാര്യമാണത്. അതിനെക്കുറിച്ച് ആർക്കും ദുഃഖമില്ല. എത്രയോ വലിയ ശാസ്ത്രജ്ഞരാകേണ്ടവർ, എത്രയോ വലിയ പ്രതിഭകളാകേണ്ടവർ, ഏതെല്ലാം തരത്തിൽ ഈ ലോകത്തിന് നന്മ ചെയ്യേണ്ടവരാണ് അമ്മമാരുടെ ഉദരങ്ങളിൽ വെച്ച് തന്നെ നശിപ്പിക്കപ്പെടുന്നത്. അതിനെക്കുറിച്ച് ചിന്തിക്കാനും ആ ജീവന്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കാനും നമ്മുടെ സംസ്കാരത്തിന് സാധിക്കുന്നില്ലല്ലോ എന്നുള്ള വലിയ വേദന കൂടിയാണ് നമ്മൾ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മള് ആരും ഇല്ലെങ്കിൽ തന്നെയും, ആരും കൂടെ ഇല്ലെങ്കിൽ തന്നെയും സഭ എന്നും പ്രോ ലൈഫിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കും. അത് പരിശുദ്ധ പിതാവ് പറഞ്ഞതുപോലെ 12 പേരിലേക്ക് ചുരുങ്ങിയാലും സത്യം വിളിച്ചു പറയുന്നതിൽ നിന്ന് സഭ ഒരിക്കലും പിന്മാറരുത്.